നമസ്കാരം. മൈ എയിം അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലെ ആദ്യത്തെ ക്ലാസ് ആണ്. ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും ആണ് ഇന്നത്തെ വിഷയം. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. PSC പരീക്ഷകളിലെല്ലാം ആവർത്തിച്ച് ചോദിക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവൻ കാണാൻ എല്ലാവരും ശ്രമിക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തിനാണ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക ആസൂത്രണം നടത്തേണ്ടതിന്റെ ആവശ്യകത? അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോഴാണ് രാജ്യ പുരോഗതിക്ക് അവ സഹായകമാകുന്നത്. എല്ലാത്തിനും ഒരു പ്ലാനിംഗ് വേണം എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന ആ ഒരു മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിംഗ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം സുപ്രധാന പങ്ക് വഹിക്കുന്നു. എല്ലാ രാജ്യത്തിനും ആവശ്യം എക്കണോമിക് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച നേടുക എന്നതാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് രാജ്യങ്ങളെ എത്തിപ്പിക്കുന്നതിൽ എക്കണോമിക് പ്ലാനിംഗ് സഹായിക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തെ ഇത് ത്വരിതപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആസൂത്രണം ഇന്ത്യയിൽ എന്നാണ് ആരംഭിച്ചത്? സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണം ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ വിട്ട് പോയതിനു ശേഷം ഇന്ത്യയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നെന്ന് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വികസന മുരടിപ്പ് എങ്ങനെ തരണം ചെയ്യണം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചിയിലെ സമ്മേളനത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം. അങ്ങനെ ഇതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു. അപ്പോൾ 1938 ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത്. ആരുടെ കീഴിലായിരുന്നു ഇത്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത് രൂപീകരിച്ചിരുന്നത്. അങ്ങനെ 1944 ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഇതിനെയാണ് ബോംബെ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1944 വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഒരു സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കിയത്. ഇതിനെ പറയുന്ന പേരെന്താണ്? ബോംബെ പദ്ധതി എന്നാണ് ഇതിനെ പറയുന്ന പേര്. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ MN റോയ് ആണ് ഇന്ത്യയിൽ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകിയത്. അദ്ദേഹം ആവിഷ്കരിച്ച ജനകീയ പദ്ധതികളാണ് ഈ ഒരു ആസൂത്രണ ആശയങ്ങൾക്ക് അടിത്തറയായത് എന്ന് വേണമെങ്കിൽ പറയാം. 1948 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി. അപ്പോൾ എന്നാണ് വ്യാവസായിക നയം രൂപീകരിച്ചത്? 1948 വ്യാവസായിക നയം രൂപീകരിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വിശ്വേശ്വരയ്യ, അദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്? അത് വിശ്വേശ്വരയ്യ ആണ്. വിശ്വേശ്വരയ്യ. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതും അദ്ദേഹമാണ്. ആരാണ് അദ്ദേഹം? M വിശ്വേശ്വരയ്യ ആണ്. ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് വിശ്വേശ്വരയ്യ ആണ്. 1900 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്വാശ്രയത്വം, തുല്യത, വളർച്ച, ആധുനികവൽക്കരണം. ഒന്നുകൂടി പറയാം. സ്വാശ്രയത്വം,
തുല്യത, വളർച്ച, ആധുനികവൽക്കരണം ഇവയെല്ലാമാണ് ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഇനി ഇവയോരോന്നിനെ പറ്റിയിട്ടും വിശദമായി അറിയാം. വളർച്ച അഥവാ ഗ്രോത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച എന്നതുകൊണ്ട്, സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ എന്തൊക്കെ ഉൾപ്പെടും? കാർഷിക വ്യവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജോൽപാദനം, കയറ്റുമതി തുടങ്ങിയവയിലുള്ള വർധനവാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുള്ളത്. അപ്പൊ സാമ്പത്തിക വളർച്ച രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ചയെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കൈക്കൊണ്ടിട്ടുള്ളത്. അടുത്ത കാര്യമാണ് ആധുനികവൽക്കരണം അല്ലെങ്കിൽ മോഡേണൈസേഷൻ. നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. അതായത് മോഡേൺ ടെക്നോളജീസും ടെക്നിക്സും എല്ലാം ഉപയോഗിച്ച് IT, മൊബൈൽ ഫോൺ അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് ഉള്ള ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗപ്പെടുത്തലിനെയാണ് ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഏതാണ്? സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ്. ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജോൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാവും. അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാര്യമാണ് സ്വാശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ്. മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതിന് ആണ് സ്വാശ്രയത്വം ശ്രമിക്കുന്നത്. അടുത്തത് തുല്യത അഥവാ ഇക്വാളിറ്റി. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം. എല്ലാവർക്കും ബേസിക് നീഡ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലുള്ള ഒരു നീതിപൂർവമായ ഒരു വിതരണമായിരിക്കണം നടക്കേണ്ടത്. അതുപോലെ അതാണ് ഈ ആസൂത്രണത്തിൽ ഇക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളായി നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? തുല്യത, വളർച്ച, ആധുനികവൽക്കരണം, സ്വയം പര്യാപ്തത. ഈ ഒരു ലക്ഷ്യങ്ങളെല്ലാം, ഈ ചർച്ച ചെയ്ത ലക്ഷ്യങ്ങളെല്ലാം ഫലപ്രാപ്തിയിൽ എത്തിക്കുക എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ആസൂത്രണ കമ്മീഷന് തുടക്കം കുറിച്ചത്. 1950 മാർച്ച് 15-നാണ് കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. പ്രധാനമന്ത്രി അധ്യക്ഷൻ, ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. ആസൂത്രണ കമ്മീഷനിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും, ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. ഇവയെല്ലാം ചേർന്നതാണ് ആസൂത്രണ കമ്മീഷൻ. സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ പല പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട്, ഈ ആസൂത്രണ കമ്മീഷൻ എന്നുള്ള ആശയം എവിടെ നിന്നാണ് ഇന്ത്യ എടുത്തത്, അല്ലെങ്കിൽ ഏത് രാജ്യത്തെ മാതൃകയാക്കിയാണ് നടപ്പാക്കിയത് എന്നൊക്കെ. അത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ സ്വീകരിച്ചത്.
ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. അതായത് സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്. എന്നാലോ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥ. അപ്പൊ അതിനെല്ലാം അനുസരിച്ചുള്ള ഒരു സാമ്പത്തിക ആസൂത്രണമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. പഞ്ചവത്സര പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. അതായത് ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കും ആസൂത്രണ കമ്മീഷൻ. അവയ്ക്ക് പ്രാധാന്യം നൽകും. എത്ര കാലത്തേക്ക്? 5 വർഷത്തേക്ക്. അവയെ വിജയത്തിലെത്തിക്കും. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒരു പ്രത്യേക മേഖലയ്ക്ക് പരിഗണന അല്ലെങ്കിൽ മുൻഗണന നൽകും. 5 വർഷം കൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്ന് തീരുമാനിക്കും. അങ്ങനെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അങ്ങനെയായിരുന്നു ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ ഉദ്ദേശിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 1960 മുന്നേ 55-60 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ക്ഷാമം നിലനിന്നു. അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു ഇന്ത്യയിൽ ഒട്ടുമിക്ക ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും അവസ്ഥ. ആ സമയത്ത് എന്തായെന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് കാർഷിക മേഖലയ്ക്ക് പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യം കൊണ്ട് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച് ഹരിത വിപ്ലവം എന്നുള്ള ഒരു കാര്യം തുടങ്ങുകയാണ്. അതിന്റെ ഒന്നാം ഘട്ടമായി കണക്കാക്കുന്നത് 1960 മുതൽ 70 വരെയും രണ്ടാം ഘട്ടമായിട്ട് 70 മുതൽ 80 വരെയുമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യമായിരുന്നു ഹരിത വിപ്ലവത്തിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് ആവശ്യമായ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അങ്ങനെ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ ഉപയോഗിക്കുക, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക ധനസഹായം കർഷകർക്ക് നൽകുക, അങ്ങനെയുള്ള പരിപാടികളെല്ലാം അന്ന് നടന്നിരുന്നു. അപ്പോ ഇതെല്ലാം എന്തായി? ഉൽപാദനത്തിൽ വൻതോതിലുള്ള വർധനവുണ്ടാക്കി. എന്തിന്റെ ഉൽപാദനത്തിൽ? മെയിൻ ആയിട്ട് വരുന്നത് ഗോതമ്പും നെല്ലുമാണ്. ഭക്ഷ്യധാന്യങ്ങളാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കിയത്. ഇനി ഇതുപോലെ തന്നെ ധവള വിപ്ലവവും നീല വിപ്ലവവും ഇന്ത്യയിൽ നടന്നിരുന്നു. എന്താണ് ധവള വിപ്ലവം? അതായത് നമ്മൾ ഹരിത വിപ്ലവത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയായിരുന്നു. അത് കൈവരിക്കാൻ ഹരിത വിപ്ലവത്തിന് കഴിഞ്ഞു. അതുപോലെ പാലും പാലുൽപാദനത്തിന്റെയും കാര്യത്തിൽ വർധനവുണ്ടാക്കുക അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയതാണ് ധവള വിപ്ലവം. അതുപോലെ തന്നെ നീല വിപ്ലവം മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ട് നടപ്പാക്കിയതാണ്. അതുപോലെ പല വിപ്ലവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ പട്ടികയിൽ തന്നിട്ടുള്ളത്. ഓരോന്നിലും വിവിധ തരം ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതായത് യെല്ലോ റെവല്യൂഷൻ ആണെങ്കിൽ ഓയിൽ സീഡ്സ്, എണ്ണക്കുരുക്കൾ. അതുപോലെ സിൽവർ റെവല്യൂഷൻ ആവുമ്പോൾ നമ്മൾ എഗ്, പോൾട്രി, അതായത് മുട്ട, കോഴി, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഉൽപാദനം. റെഡ് റെവല്യൂഷൻ ആണെങ്കിൽ മീറ്റ്, പിങ്ക് ആണെങ്കിൽ ഒനിയൻ, ഗ്രേ ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ പല തരത്തിലുള്ള അഗ്രികൾച്ചർ റെവല്യൂഷനും അന്നത്തെ കാലത്ത് ഉണ്ടായി. മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ധവള വിപ്ലവവും നീല വിപ്ലവവും ഹരിത വിപ്ലവവുമാണ്. അത് മാത്രമാണ് പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലകൾ. ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെടാനുണ്ടായ സാഹചര്യം, അതിലെ അംഗങ്ങൾ, അതിലെ അധ്യക്ഷൻ എന്നിവരെ പറ്റിയിട്ടെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനി നോക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് ആസൂത്രണ കമ്മീഷൻ അവരുടെ പദ്ധതികൾ വിഭാവനം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി, ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 മുതൽ 56 വരെ, 1951 മുതൽ 56 വരെ കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഓരോ പഞ്ചവത്സര പദ്ധതിയിലും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56 to 61 ആയിരുന്നു.
വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 മുതൽ 66 വരെയായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. ഈ സമയത്തായിരുന്നു ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടവും. അതായത് ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയുമ്പോൾ ഹരിത വിപ്ലവം ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ഒരു വഴിയായിരുന്നു ഹരിത വിപ്ലവത്തിലേക്ക് നയിച്ചത്. നാലാം പഞ്ചവത്സര പദ്ധതി 69 to 74 വരെയായിരുന്നു. 69 മുതൽ 74 വരെ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു ലക്ഷ്യം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 79 വരെയായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ലക്ഷ്യം. ആറാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെയായിരുന്നു. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു ലക്ഷ്യം. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെയായിരുന്നു. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നൊക്കെയായിരുന്നു ലക്ഷ്യം. എട്ടാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെയായിരുന്നു. മാനവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 97 മുതൽ 2002 വരെയായിരുന്നു. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു ലക്ഷ്യം. പത്താം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയായിരുന്നു. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെയായിരുന്നു. സുസ്ഥിര വികസനം അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി പഞ്ചവത്സര പദ്ധതികൾക്ക് അവസാനമായി പിന്നീട് വന്ന പ്ലാനിംഗ് കമ്മീഷന് പകരമായി, ആസൂത്രണ കമ്മീഷന് പകരമായി വന്നത് നീതി ആയോഗ് ആയിരുന്നു. അതോടെ പഞ്ചവത്സര പദ്ധതികൾക്ക് അവസാനം കുറിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണം, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്താണെന്ന് നോക്കാം. 1992 പാർലമെന്റ് പാസാക്കുകയും 1993 നിലവിൽ വരികയും ചെയ്ത 73-74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ പഞ്ചായത്തി രാജ് നഗരപാലിക സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് ഇടയാക്കി. 1992 ഇത് പാർലമെന്റ് പാസാക്കിയത്. 1993 നിലവിൽ വന്നത്. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ. 73 പഞ്ചായത്തി രാജും 74 നഗരപാലിക സംവിധാനങ്ങളിലുള്ള ഭേദഗതിയായിരുന്നു. അപ്പൊ ഇത് നിലവിൽ വന്നതോടുകൂടി പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുമായിട്ട് 3 തലങ്ങൾ ഉണ്ടായി. 9ാം പഞ്ചവത്സര പദ്ധതി കാലത്തിൽ നിലവിൽ വന്ന ഈ മാറ്റം വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതായത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ മാറ്റം നിലവിൽ വന്നത്. ഇതാണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത്. ദേശീയ തലത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്ന കേന്ദ്രീകൃത ആസൂത്രണ രീതിയായിരുന്നു അതുവരെ നിലനിന്നിരുന്നത്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്ലാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പ്ലാൻ ആസൂത്രണ കമ്മീഷൻ വെച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കും. അത് എല്ലാവരും നടപ്പാക്കും, സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം നടപ്പാക്കും. അങ്ങനെ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ അധികാരവും സാമ്പത്തിക വിഭവങ്ങളും പ്രാദേശിക വികസനത്തിന് വിനിയോഗിക്കുവാൻ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും സാധിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് മുഖ്യമായ ഒരു പങ്കുണ്ട്. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നത്, അതായത് കേന്ദ്രം പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് പകരം ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വരുന്നു. നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഈ ആസൂത്രണത്തിന്റെ ചുമതല വീതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വികേന്ദ്രീകൃത ആസൂത്രണം നിലവിൽ വരികയും ചെയ്തു. ത്രിതല പഞ്ചായത്തിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. 3 ടയർ ഗവൺമെന്റ് അല്ലെ, അതാണ് ഈ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത്. ആദ്യത്തേത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തില് എന്താണ് സംഭവിക്കുന്നത്? പ്രാദേശിക വികസന ആവശ്യങ്ങൾ വാർഡുതല ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്നു. ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുന്നു. അതായത്
ഓരോ ഗ്രാമപഞ്ചായത്തിലും വിവിധ വാർഡുകൾ ഉണ്ടാവും. അപ്പൊ ഈ വാർഡ് തല ഗ്രാമസഭകൾ ഇടവിട്ടുള്ള ഇടവേളകളിൽ നടക്കാറുണ്ട്. ആ ഇടവേളകളിൽ നടക്കുന്ന ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ച് പദ്ധതികളായി സമർപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നത്. ഇനി അതിന് മേലെ വരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ മേലെ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ ഒരു ഇടനിലക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആർക്കിടയിൽ? ഗ്രാമപഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഇടയിൽ. ഇനി ജില്ലാ പഞ്ചായത്ത് എന്താണ് ചെയ്യുന്നത്? ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച പദ്ധതികൾക്ക് ജില്ലാ തല പ്ലാനിംഗ് കമ്മിറ്റി അംഗീകാരം നൽകുന്നു. സംസ്ഥാന ആസൂത്രണ ബോർഡിന് ഇവ കൈമാറുകയും ചെയ്യുന്നു. അപ്പോ ബ്ലോക്ക് തലത്തില് പദ്ധതികള് ഈ ഗ്രാമപഞ്ചായത്തുകാരുടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന് അംഗീകാരം നൽകുന്നത് ജില്ലാ പഞ്ചായത്താണ്. എന്നിട്ട് അത് സംസ്ഥാന ആസൂത്രണ ബോർഡിന് കൈമാറുകയും ചെയ്യുന്നു. അപ്പൊ ജില്ലാ തലത്തിൽ ഒരു പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട്. അവരാണ് ഇതിനെല്ലാം അംഗീകാരം നൽകുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. സംശയങ്ങളും കോമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.